ഹലോ. അപ്പം നമുക്കിന്ന് കറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിന് ആദ്യം തന്നെ ഒരു വലിയ സവോള ഒന്ന് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുക. കനം കുറച്ച് തന്നെ അരിയണം, നമുക്കിത് വാട്ടിയെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇനി അതിലേക്ക് 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കണില്ല, പച്ചമുളക് അപ്പം അതിന് ആവശ്യത്തിന് എടുക്കുക. ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ആ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, 1 തണ്ട് കറിവേപ്പില, ഇത് രണ്ടും ചേർത്ത് ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കഷ്ണങ്ങളും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവണ വരേക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ബ്രൗൺ കളറൊന്നും ആവണ്ട സവോളയും ഒന്നും. ഇത് നമുക്ക് കുക്കറിലിട്ടൊന്നും കൂടെ വേവിച്ചെടുക്കാനുള്ളതാണ്. ഇനി അതൊന്ന് നന്നായിട്ട് സോഫ്റ്റായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിയുടെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കാൻ മറക്കരുത്, അതൊന്ന് വഴന്ന് കിട്ടാൻ എളുപ്പമാണ്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരേക്ക് ചിക്കൻ മസാല ചേർക്കുമ്പോൾ നിങ്ങളുടെ മസാലയ്ക്ക് എത്രയുണ്ട് സ്മെല്ലുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് ചേർക്കുക. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് ചെറുപയർ കുതിർത്തതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടണം. അതിന് നിങ്ങൾക്ക് 1-2 വിസിൽ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയിട്ട് അങ്ങനെ ചെയ്യുക. ഇനി അതിലേക്ക് അതൊന്ന് നന്നായിട്ട് തിളച്ച് വെന്ത് റെഡിയായി വരുമ്പോൾ 1/2 കപ്പ് തേങ്ങാപ്പാൽ 1/4 പാല് ചേർക്കുക. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യുക. ഇനി തേങ്ങാപ്പാലില്ലെങ്കിലും ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു 1/2 കപ്പ് പശുമ്പാൽ ചേർത്താലും മതി. ഓക്കേ.